പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 12 വരെ ഇന്ന് പരിശുദ്ധ കുർബാനയിലെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു ധ്യാനിക്കുന്നു. സ്നാപക യോഹന്നാന്റെ ശിരച്ഛേദവുമായി ബന്ധപ്പെട്ട തിരുവചന ഭാഗമാണിത്. 2 വള്ളങ്ങളിൽ ഒരുപോലെ കാലുവയ്ക്കാൻ ശ്രമിച്ച ഹെറോദേസിന് രണ്ടും ഒരുപോലെ നഷ്ടപ്പെടുന്നത് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നു. സഹോദരന്റെ ഭാര്യയോടുള്ള ആഗ്രഹം ഒരു വശത്ത്, മറുവശത്ത് സ്നാപക യോഹന്നാനോടുള്ള ബഹുമാനം മറുവശത്ത് ഹൃദയത്തിലുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, അദ്ദേഹത്തിൻ്റെ ദൈവികമായ ആഗ്രഹത്തെ കീഴടക്കുമ്പോൾ സ്നാപക യോഹന്നാന് മരണം വരിക്കേണ്ടി വരുന്നു. തൻ്റെ മനസ്സിൻ്റെ തെറ്റായ ആഗ്രഹത്തിൻ്റെ വഴിയെ പോകുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനെ വധിച്ചവൻ എന്നുള്ള വലിയ ദൈവകോപവും ഒരിക്കലും മാറാത്ത പാപക്കറയും ദുഷ്പേരും, അദ്ദേഹം ഒരു രാജാവായിരുന്നെങ്കിലും ചരിത്രമുള്ള കാലത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ നിലനിൽക്കുന്നു. നമ്മൾ ഈ തിരുവചനത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുന്നത് ഇതാണ്: നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തി ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളെ, ദൈവത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും പുറകെ പോകുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ നമ്മൾ വീഴ്ച വരുത്തുന്നുണ്ടോ? ദൈവകോപം നമ്മൾ വരുത്തി വയ്ക്കുന്നുണ്ടോ? നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളെ പിന്തുടരുമ്പോഴും അതൊന്നും ദൈവ ഇഷ്ടത്തിനെതിരല്ല എന്ന് ഉറപ്പിക്കാനുള്ള ഒരു ചിന്ത എപ്പോഴും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങൾക്ക് നൽകപ്പെടുന്ന എല്ലാ അനുഗ്രഹങ്ങളോടും നന്ദിയുള്ളവരായിരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പ്രത്യേകിച്ച് മനസ്സിൻ്റെ തെറ്റായ പ്രേരണകളെ പിന്തുടർന്ന് ഒരിക്കലും അങ്ങയുടെ ഇഷ്ടക്കേടിന് പാത്രമാവാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെപ്പോഴും വിശുദ്ധിയിലായിരിക്കുവാനും നല്ലത് മാത്രം ആഗ്രഹിക്കുവാനും ദൈവിക കാര്യങ്ങൾക്കും ദൈവത്തിനും 1-ാം സ്ഥാനം കൽപ്പിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരോടുകൂടെയും നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.